നടി സഞ്ജന കൂടി ചേരുന്നു. സഞ്ജന, ഇവിടെ അഞ്ജലി അമീർ എന്ന് പറയുന്ന അഭിനേത്രി ചോദിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മോഡൽ ഒക്കെ ആൾക്ക് ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞുകൂടാ എന്നൊരു ചോദ്യം നിഷ്കളങ്കമായി ഈ ദിവസങ്ങളിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അത്രത്തോളം നിഷ്കളങ്കമായി ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണോ ജസ്റ്റിസ് ഹേമ കണ്ടെത്തിയ വിവരങ്ങൾ വായിക്കുമ്പോൾ ആ ചോദ്യം? സഞ്ജന, തീർച്ചയായിട്ടും ഇതിന് നമുക്ക് ഒരിക്കലും ഇതിനെ ചെറുതാക്കി കളയാൻ സാധിക്കില്ല. അത് നമ്മൾ എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് പ്രതികരിക്കാത്തത് എന്നൊന്നും അതിനൊരു വലിയ മറുപടിയല്ല. പ്രത്യേകിച്ച് ഹേമ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് സ്റ്റേ വന്ന സമയത്ത് അത് പുറത്ത് വരാൻ വേണ്ടി ഹർജി കൊടുത്ത ആൾക്കാരാണ് ഞാനും നാദിറ മെഹറിനൊക്കെ. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർക്കാർ വർഗ സമരത്തിനെയും അതുപോലെ തന്നെ തൊഴിലാളികൾക്കിടയിലെ പ്രശ്നങ്ങളെയും ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തില് സർക്കാർ ഇതേപോലെ തൊഴിലിടങ്ങളിൽ ലൈംഗിക പീഡനങ്ങളും പേ ഗ്യാപ്പും ഒന്നും തന്നെ പരിഹരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വലിയ തോൽവിയാണ്. അല്ല സഞ്ജന, ഇതിലെ ഏറ്റവും ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമിക പ്രശ്നം എന്താണ്? ഭക്ഷണം കഴിക്കുക, പ്രാഥമിക സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഏത് തൊഴിൽ മേഖലയിലും ഏത് ക്ലാസ്സിൽപ്പെട്ടവർക്കും കിട്ടുന്നതാണ്. ജസ്റ്റിസ് ഹേമ അതിലെഴുതി വെക്കുന്നു, പല ഷൂട്ടിംഗ് സൈറ്റുകളിലും നടിമാർക്കൊന്നും മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവുന്നില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യം ഉണ്ടാവുന്നില്ല, അവർക്ക് പൊന്തക്കാട്ടുകളിലേക്ക് പോകേണ്ടി വരുന്നു, മരത്തിൻ്റെ മറവ് തേടി പോകേണ്ടി വരുന്നു, രണ്ട് സ്ത്രീകൾ ഇപ്പുറവും തുണി പിടിച്ചു വെച്ച് അതിൻ്റെ പിന്നിലിരുന്ന് കാര്യം സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇത് കോടികൾ ഒഴുകുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. എന്ത് കഷ്ടമാണ് സഞ്ജന. ഇതിനെതിരെ സംസാരിക്കുന്ന ഇപ്പൊ പാർവതി തിരുവോത്തായാലും ഈ ബാത്റൂം വിഷയത്തിലൊക്കെ പ്രതികരിക്കുമ്പോൾ അവര് ബാത്റൂം പാർവതി എന്ന് കളിയാക്കി സെറ്റിൽ വിളിച്ച ആളുകളെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ബുള്ളിങ്ങുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോഴും സങ്കടകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ പേടിയാണ്. അതെ, അപ്പോ അഞ്ജലി ഉണ്ടെങ്കിൽ അഞ്ജലി അമീർ, അതൊരു പ്രശ്നമാണ്, ഈ പേടി പ്രശ്നം. ഓക്കെ, ആ പേടി പ്രശ്നമാണ്. അതുമാത്രമല്ല സഞ്ജന, ഇവിടെ നമ്മുടെ സമൂഹം ഇപ്പോൾ നമ്മളടങ്ങുന്ന പൊതുസൈക്കുള്ള സമൂഹം ഈ വിവരമായി പോയി പരാതിപ്പെടുന്ന ഒരു സ്ത്രീയെ, ഒരു നടിയെ പിന്നീട് ഏത് കണ്ണിലാവും കാണുക? നാടൻ ഭാഷയിൽ ആ വാക്കെനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, പോക്ക് കേസം തന്നെ വിളിക്കില്ലേ? ആ കണ്ണിൽ കൂടി നോക്കില്ലേ? മോശം കമന്റുകൾ പറയില്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു സമൂഹത്തിന് മുന്നിൽ വന്നു നിന്ന് ഞാൻ ഇത്തരത്തിൽ കൊടിയ പീഡനം നേരിടേണ്ടി വന്നു എന്ന് പരാതിപ്പെടണം എന്ന് വാശിപ്പെടാമോ ഒരു സ്റ്റേറ്റ്? സഞ്ജന. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഇന്ത്യ പോലെയുള്ള ഒരു ഹൈലി പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഫിലിം ഇൻഡസ്ട്രിയും വളരെ പാട്രിയാർക്കി നിറഞ്ഞ ഒരു സ്ഥലമായിട്ടാണ് ഞാനും കണ്ടിട്ടുള്ളത്. അപ്പോ ഇത്രയും കാലഘട്ടങ്ങളിലായിട്ട് ഒരുപാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഇപ്പൊ റിമ കല്ലിങ്കൽ ആയിക്കോട്ടെ, 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള പാർവതി തിരുവോത്ത് ആയിക്കോട്ടെ, ഇപ്പൊ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ള പത്മപ്രിയ ആയിക്കോട്ടെ, 2 നാഷണൽ അവാർഡും അതുപോലെ തന്നെ എഡിറ്റർ കൂടിയായിട്ടുള്ള ബീന പോൾ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഈ കാലഘട്ടങ്ങളിൽ പ്രതികരിച്ചതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലാണ് പറയുന്നത് എവിടെയാണ് അവസരങ്ങൾ. കൂടാതെ അഭിനയത്തിനും സംവിധായത്തിനും ഒക്കെ 40 വർഷങ്ങളിൽ പരമായിട്ട് പല ഭാഷകളിൽ അഭിനയിച്ച രേവതി ചേച്ചിക്ക് മലയാള സിനിമയിൽ ഈയിടെങ്ങളായിട്ട് എത്ര വേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രതികരിക്കുന്നവരെ ചവിട്ടി പുറത്താക്കുക എന്നുള്ള സിസ്റ്റം അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഈ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോവേണ്ടതാണ് ഒരു നല്ല തൊഴിലിടങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സഞ്ജന, താങ്ക് യു. അപ്പോൾ അത് തന്നെയാണ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെയുള്ള ചോദ്യം വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ്. ആ ചോദ്യങ്ങൾ ഇനിയും ഉള്ളിൽ ബാക്കിയുള്ളവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആര് ചോദിച്ചു തന്നാലും ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്തു വന്ന് 233 പേജ്, അത് തന്നെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് സർക്കാർ ഇടപെട്ട് പിന്നെയും കണ്ടികൾ വെട്ടിക്കുറച്ച് പുറത്തു വന്ന റിപ്പോർട്ടാണ്. അട്ടിമറി ഉണ്ടായെന്ന് പറയപ്പെടുന്നു. പോട്ടെ, ഏത് അട്ടിമറി ഉണ്ടായാലും ഇനി ഒതുക്കി തീരെ ചെറിയ ആയിട്ട് വന്ന റിപ്പോർട്ടാണെങ്കിൽ കൂടിയും ആ റിപ്പോർട്ട് വായിച്ചാൽ ഈ മാഫിയ സംഘത്തിൻ്റെ അതിലുള്ള സ്വാധീനത്തെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ അവർ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ എന്തുകൊണ്ടത് ആ സമയത്ത് പറഞ്ഞില്ല എന്ന ചോദ്യം പിന്നെ ആരും ചോദിക്കില്ല. അത്രത്തോളം ക്ലാരിറ്റി ആ റിപ്പോർട്ടിനുണ്ട്. അതുകൊണ്ടാണ്